നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 432 432. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 28-ാം അധ്യായത്തിലെ 55-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമുക്ക് പറയേണ്ടത്. സത്വം വിഹായ മാം ബന്ധോ ഗതോ ഗ്രാമ്യം മതിർമഹീം വിചരൻ പദം അദ്രാക്ഷീകയാ ചിന്നിർമിതം സ്ത്രീയാം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ബന്ധുവായുള്ളവനെ, അവരവർക്ക് ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയാൻ ഈശ്വരനാണ്. അതാണ് ചൈതന്യവത്തായിട്ട് ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തോടുകൂടി ഓരോ ജീവനിലും ഉള്ളത്, മനുഷ്യരിൽ മാത്രമല്ല ഓരോ ജീവനിലും. അതുകൊണ്ടാണ് ഹേ ബന്ധുവായുള്ളവനെ, ആ നീ വിഷയസുഖത്തിൽ മതിയോടുകൂടിയവനായിട്ട്, വിഷയസുഖത്തിൽ മതിയോടുകൂടിയവനായാൽ നശ്വരാണ്, അനശ്വരല്ല. അപ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ഭൂമിയിൽ സഞ്ചരിക്കുന്നവനായിട്ട് അതിനിപുണനായ ഒരു സ്ത്രീയാൽ ഉണ്ടാക്കപ്പെട്ട സ്ഥാനത്തെ കണ്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, ഹേ സ്നേഹിത, ഞാൻ അങ്ങയെ വഞ്ചിച്ചു പറയുമെന്ന് കരുതേണ്ട. എന്നോടൊരുമിച്ച ഹംസനായ നീ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവനായിട്ട് എന്നെ വിട്ടുപോയി. അതുകൊണ്ട് അങ്ങയ്ക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നതാണ്. അപ്പോൾ രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി ഒരേ സ്വരത്തിൽ ആത്മീയ നിർവൃതിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ആധ്യാത്മികത്തിനെ കൈവെടിഞ്ഞ് ഭൗതികതത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ ശാന്തി സമാധാനം ഉണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. എന്തെല്ലാം നേടി ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ അതൊക്കെ അന്യായപ്പെട്ടു പോവുക ചെയ്യണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവനായിട്ട് എന്നെ വിട്ടുപോയി. ഭൂമിയിൽ പല ദിക്കിലും സഞ്ചരിച്ച ശേഷം അതിസമർത്ഥയായ ഏതോ ഒരു സ്ത്രീ നിർമ്മിച്ചതായ ഒരു സ്ഥാനം നീ കണ്ടു. അങ്ങനെയാണ് അജാമിളിലൊക്കെ വഴിതെറ്റിപ്പോയതും അവസാനം ആ 4 അക്ഷരം നാരായണ എന്നുള്ളത് സ്വന്തം മകനെ ആർത്തനാദം മുഴക്കി വിളിച്ചപ്പോൾ ഭഗവാൻ രക്ഷിച്ചതും. അതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ജീവൻ ഈശ്വരനെ മറന്നു എന്നാണ്. ആരെ മറന്നാലും തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ചൈതന്യത്തിനെ മറക്കരുത്. അപ്പോൾ പക്ഷിമൃഗാദി പല യോനികളിലും പ്രവേശിച്ച ശേഷം മായാനിർമ്മിതമായ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് സാരം. അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരവും മായാനിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ പുരുഷസുഖം സ്ത്രീക്കും സ്ത്രീ സുഖം പുരുഷനും വെറും താൽക്കാലികമാണെന്നും അത് കുറേ കഴിയുമ്പോൾ മടുപ്പ് വരുന്നതാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. മടുപ്പ് വരുന്നത് ആർക്കാ? ഈശ്വരീയത ഉള്ളവർക്ക്. മടുപ്പ് വരാത്തത് ആർക്കാ? ഈശ്വരീയത ഇല്ലാത്തവർക്ക്. അടുത്ത ശ്ലോകം 56-ാമത്തെ ശ്ലോകം പറയണു, പഞ്ചാരാമം നവദ്വാരം ഏകപാലം ത്രികോഷ്ടകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതി സ്ത്രീധവം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമ്മൾ മൂക്കിൽ കൈവച്ച് തിരിച്ചോടും. എങ്ങോട്ട്? ഈശ്വരീയതയിലേക്ക്. കാരണം 5 പൂങ്കാവുകളും 9 വഴികളും 1 പാലകനും 3 കക്ഷികളും 6 കച്ചവടക്കാരും 5 കച്ചവട സ്ഥാനങ്ങളും, അതായത് 6 കച്ചവടക്കാരുണ്ട്,
പക്ഷേ കച്ചവട സ്ഥാനം എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ. 5 വിധം സാധനങ്ങളും സ്ത്രീനായകവും ഉള്ളതാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ആ സ്ഥാനത്തിൽ 5 പൂന്തോട്ടങ്ങളും 9 സഞ്ചാരമാർഗങ്ങളും 1 രക്ഷാധികാരിയും. ആ രക്ഷാധികാരി നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിനെ അറിയണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ അനുസരിക്കും വേണം. 3 മതിൽ ചുറ്റുകളും ആവശ്യമുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു തരുന്ന 6 കച്ചവടക്കാരും 5 കടവീതികളും 5 വിധം സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ആധിപത്യം വഹിച്ചിരുന്നത് ഒരു സ്ത്രീയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് മുഴുവൻ മനസ്സിലാവില്ല. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം വേറൊരു വശത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ശ്ലോകം 57 എന്താ? പഞ്ചേന്ദ്രിയാർത്ഥ ആരാമ ദ്വാരപ്രാണാനവ പ്രഭോ തേജോ അമ്പന്നാനി കോഷ്ടാനി കുലം ഇന്ദ്രിയ സംഗ്രഹ. അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. പ്രഭോ, അല്ലയോ പ്രഭുവായുള്ളവനെ, 5 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, പൂങ്കാവുകൾ, 9 മാർഗങ്ങൾ, ശരീരത്തിലെ ഛിദ്രങ്ങൾ, ശരീരത്തെ ഛിദ്രിപ്പിക്കുന്ന ഛിദ്രങ്ങൾ, തേജസ്, ജലം, പൃഥിവി, ഇവ ആ 3 കക്ഷികൾ, ഇന്ദ്രിയങ്ങളുടെ സമൂഹം, അതാണ് ഇന്ദ്രിയ സംഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സമൂഹം കച്ചവട സംഘം. വാക്കിന് ഓരോന്നിൻ്റെയും എന്താണെന്ന് പറയുക, പ്രതീകാത്മകമായിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ പറയണോ അതിൻ്റെ ഭാവം: മുമ്പ് പറഞ്ഞ പരോക്ഷവാദം പ്രാചീന ബർഹസിൻ്റെ മനസ്സിൽ കടന്നിട്ടില്ലെന്ന് കണ്ടറിഞ്ഞ മഹർഷി വെളിവായി പറയുന്നു. അതായത് നമ്മളൊക്കെ പ്രാചീന ബർഹിസുമാരാണ്. എത്ര ക്ഷേത്രങ്ങൾ, എന്തൊക്കെ യാഗങ്ങളും യജ്ഞങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ വിളക്ക് വെപ്പ്, ഇവിടെ നാരങ്ങ വിളക്ക് വെപ്പ്, അവിടെ 108 മാല, ഇവിടെ താമരമാല, അവിടെ കൂട്ടുപായസം, ഇവിടെ അന്നദാനം, ഇവിടെ കാല് കഴിച്ചുകൂട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട്, ഈശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തില്ല. നമ്മുടെ മമതാ ഭ്രാന്തി, എൻ്റേതെന്നും എനിക്കെന്നുമുള്ള ഭ്രാന്തി നിറവേറും എന്നുള്ള തെറ്റിദ്ധാരണാജടിലമായ കാര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ വഴിപാടുകൾ ചെയ്തിട്ടുള്ളതും പ്രാർത്ഥിച്ചിട്ടുള്ളതും. ഈശ്വരൻ കനിഞ്ഞ എന്നെ സദ്ഗതി പ്രാപിക്കണമേ എന്ന് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. അപ്പോൾ പറയണു, കണ്ടറിഞ്ഞ മഹർഷി വെളിവായി പറയുന്നു: ഹേ പ്രഭോ, പൂങ്കാവുകളെന്നു പറഞ്ഞത് ശബ്ദസ്പർശാദികളായ ഇന്ദ്രിയ വിഷയങ്ങളും, ഈ പൂങ്കാവനം എന്ന് പറഞ്ഞത് എന്താ? നമ്മുടെ ശബ്ദസ്പർശ 5 കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. ശബ്ദസ്പർശാദികളായ ഇന്ദ്രിയ വിഷയങ്ങളും, ശരീരത്തിലെ 9 ദ്വാരങ്ങൾ, പ്രാണസഞ്ചാരത്തിനുള്ള 9 വഴികളും, അല്ലേ? അഗ്നി, ജലം, ഭൂമി എന്നത് 3 കക്ഷികളും, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടെ ചേർന്നത് 6 കുലവുമാവുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെയല്ലേ നമ്മൾ 6, 8, 10, 12 വയസ്സിൽ പഠിക്കേണ്ടത്. ഇത് റിട്ടയർമെൻറ്റ് ചെയ്ത് പഠിച്ചതിൻ്റെ ശേഷം ഈ കഴിഞ്ഞുപോയ റിട്ടയർ ചെയ്യുന്നവരുള്ള ദുരിതങ്ങളെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ. നേരെ മറിച്ച് ബാലാവസ്ഥ തരണം ചെയ്ത് യൗവനാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ സ്ത്രീകളും പുരുഷന്മാരും, പെൺകുട്ടികളും ആൺകുട്ടികളും ഈ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശോഭസുന്ദരമായ ഒരു ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും. ജോലിയാണെങ്കിലും വിവാഹമാണെങ്കിലും കുട്ടികളാണെങ്കിലും. ഇതൊന്നുമില്ലാതെ കണ്ട് നാരായണീയം മാറി മാറി ഡ്രസ്സെടുത്ത് കയറിപ്പിടിക്കുക. വായന തുടങ്ങിയിട്ടുണ്ടാവും, ആ വാക്കിൻ്റെ അർത്ഥം അറിയാതെ കണ്ട്. അതല്ല ഭക്തി എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 58: വിപണസ്തു ക്രിയാശക്തിർഭൂത പ്രകൃതിരവ്യയാ ശക്ത്യാധീശപുമാനത്ര പ്രവിഷ്ടോ ന അവബുദ്ധ്യതേ. ക്രിയകളിൽ ശക്തിയാകട്ടെ കച്ചവട സ്ഥാനം. 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട്
മനസ്സുകൊണ്ടും ചെയ്യുന്ന കച്ചവട സ്ഥാനങ്ങളെയാണ് 6 എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അപ്പോൾ കച്ചവട സ്ഥാനം നാശരഹിതയായ മഹാഭൂതങ്ങൾ തന്നെ ഉപദാനദ്രവ്യം, അതായത് മഹാഭൂതങ്ങൾ ശക്തിയാകുന്ന അതീശയോടുകൂടിയ പുരുഷൻ ഇതിൽ പ്രവേശിച്ചവനായിട്ട് അറിയപ്പെടുന്നില്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ജീവസത്തയായിട്ട് വിരാജിക്കുന്നു എന്നുള്ളത് എത്ര വ്യക്തികൾക്ക് എത്ര വയസ്സിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയത് എന്തുകൊണ്ട് സപ്താഹ യജ്ഞവേദികളിൽ പറയണില്ല? കാരണം എന്താ? ഒരു കൈയടക്കത്തിൽ പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിയില്ലാതെ ഞാൻ എങ്ങനെ ഒരു സ്റ്റേജിൽ കയറി ഭദ്രദീപം എന്ന് വിളിക്കപ്പെടുന്ന ദിവ്യ വിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയാം നിങ്ങൾക്കൊന്നും അറിയില്ല? എങ്ങനെ പറയാം? അല്ല, അതുകൊണ്ടാണ് എനിക്ക് പലതും അറിയാം, ഞാനതൊന്നും പറയണില്ല എന്നൊക്കെ നമ്മളെങ്ങനെ പറയാം? അല്ലെങ്കിൽ സർവേശ്വരനായ അല്ലെങ്കിൽ സർവൈശ്വര്യഭൂതനായ ഭഗവാൻ ഉള്ളിലുള്ളപ്പോൾ തൂശനിലയും വീട്ടിൽ വൃത്തിയില്ലാത്തൊരു വിളക്കുമായിട്ട് ഐശ്വര്യപൂജ പുറത്ത് ചെയ്താലാവുമോ? ഉള്ളിൽ ഐശ്വര്യമുള്ള ഭഗവാനായിരിക്കണത്, അതറിയണ്ടേ? അപ്പോൾ ഐശ്വര്യങ്ങൾ ഉണ്ടാവണത് പൂജയിൽ കൂടെ അല്ല, മറിച്ചോ ത്യാഗങ്ങളിൽ നിന്നും ഗഹനമായ പ്രവർത്തികളിൽ നിന്നാണ്. ഇൻഡസ്ട്രിയസ് മൈൻഡ് ആണ് അത്. ഹോമം ചെയ്യിപ്പിച്ചത് കൊണ്ടായില്ല, ഹോമം ചെയ്തത് കൊണ്ടായില്ല. ഹോമമൊക്കെ പ്രതീകാത്മകമായിട്ടേ പാടുള്ളൂ. വലിയ 100-200 ആൾക്കാരുടെ വിശപ്പ് അകറ്റാൻ ഉപയോഗിക്കുന്ന ആഹാരം തീയിലിട്ട് കത്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് പ്രതീകാത്മകമായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നമ്മുടെ സ്രുവം എന്തുകൊണ്ടാണ് പായസം വളമ്പുന്ന കരണ്ടിയാവാത്തത്? അല്ലെങ്കിൽ യോഗീശ്വരന്മാർ, ഋഷീശ്വരന്മാർ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പ്രവൃത്തിയിൽ ശക്തിയോടുകൂടിയ കർമ്മേന്ദ്രിയങ്ങൾ കച്ചവട വീതികൾ, കർമ്മേന്ദ്രിയങ്ങളാണ് കച്ചവട വീതികൾ. 5 മഹാഭൂതങ്ങളാണ് കച്ചവട സാധനങ്ങൾ. ശരീരം നശിച്ചാലും അവ നശിക്കാത്തത് കൊണ്ട് നാശരഹിതം എന്ന് വിശേഷണം ഉപയോഗിച്ചു. മായാകാര്യമായി പരിണമിച്ചിരിക്കുന്ന ബുദ്ധിക്ക് അധീനനായ ജീവാത്മാവ് പുരുഷൻ ഈ നിലയിൽ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ താൻ അറിയാതെ ആയി എന്ന് സാരം. അപ്പോൾ സദ്ബുദ്ധിക്ക് സദ്ബുദ്ധിയാണ് നമ്മളെ നയിക്കേണ്ടത്, കുബുദ്ധി ആയിരിക്കരുത്, സുബുദ്ധി ആവട്ടെ. അപ്പോൾ 59ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തസ്മിൻ സ്ത്വം രാമയ സ്പൃഷ്ടോ രമമാണോ അശ്രുതസ്മൃതി തത്സംഗാദീദൃശം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ. അതായത് അതിൽ നീ സ്ത്രീയാൽ സ്പർശിക്കപ്പെട്ടവനും രമിക്കുന്നവനുമായിട്ട് കേൾക്കപ്പെട്ടതിൻ്റെ സ്മരണയില്ലാത്തവനായിട്ട്, അതായത് അനർഹമായ സ്ത്രീ സംഘം പാപഭംഗിലമായ അവസ്ഥയെ പ്രാപിക്കാൻ ഉപകരിക്കും എന്നുള്ള ശ്രുതിവചനത്തെ നമ്മൾ ധിക്കാരപൂർവം മാറ്റി നിർത്തി. അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ടാണ് കേൾക്കപ്പെട്ടതിൻ്റെ സ്മരണയില്ലാത്തവനായിട്ട് ഹേ സമർത്ഥ, തെറ്റ് ചെയ്തവനെയാണ് സമർത്ഥ എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ എന്ത് ചെയ്യണു? അഭിമാനം കൊള്ളുകയാണ്. അഭിമാനം കൊള്ളരുത്, അതാ പറഞ്ഞത്. അവളുടെ സംഘം നിമിത്തം ഇപ്രകാരം പാപം അധികരിച്ച സ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പാപം ഉണ്ടാവാൻ അനർഹമായ രീതിയിൽ കാശ് ചെലവാക്കി സ്ത്രീ സുഖമല്ല വാങ്ങണത്, സ്ത്രീ ദുഃഖമാണ് വാങ്ങുന്നത്. സ്ത്രീയിൽ നിന്ന് ദുഃഖമാണ് വാങ്ങണത്. നോക്കൂ, അവരവരുടെ ഭാര്യയായിട്ട് സല്ലപിക്കുന്ന സ്വാതന്ത്ര്യം പരസ്ത്രീ ഗമനത്തിൽ ഉണ്ടാവുമോ? ചോദ്യം പറയണം.
അപ്പോൾ ഇവിടെ എന്താ, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാത്തൊരു കാര്യം സാധിപ്പിക്കുന്നുള്ള ധാരണയിലാണ് നമ്മൾ എൻഗേജ് ചെയ്യണത്. ഇല്ല, അത് നടക്കില്ല. ഈശ്വരൻ്റെ മായയെ വെല്ലുവിളിച്ചാൽ അനർത്ഥങ്ങളെ ഉണ്ടാവുള്ളൂ. അതാണ് ഉത്താനപാദ മഹാരാജാവിന് സുനീതിയിൽ താല്പര്യം ഉണ്ടായെന്നും സുരുചിയിൽ സുനീതിയിൽ താല്പര്യം ഉണ്ടായില്ല എന്നും സുരുചിയിൽ താല്പര്യമുണ്ടായി എന്നൊക്കെ കഥകൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഇപ്രകാരം പാപം അധികരിച്ച സ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ആ ശരീരത്തിൽ ബുദ്ധിക്ക് അധീനനായിട്ട് ഭാവിച്ചതിനാൽ വിഷയങ്ങളിൽ ആനന്ദിച്ചിരിക്കുന്ന ഭവാൻ ഈശ്വരനായ എന്നെ കേട്ടിട്ട് പോലും ഇല്ലെന്നുള്ള ഓർമ്മക്കേട് നിമിത്തം ഇത്രത്തോളം പാപം അധികരിച്ചതായ നിലയിൽ എത്തിയിരിക്കുന്നു. അങ്ങയെ തന്നെ അറിയാതെയും ഇരിക്കുന്നു. താൻ ആര്, തന്നാര് എന്നറിയാതെ കൊണ്ടായി എന്നാണ് പറഞ്ഞത്. ഇനിയെങ്കിലും ബുദ്ധിക്ക് അധീനനായതിനെ സ്വശക്തി കൊണ്ട് തള്ളിക്കളയുന്ന പക്ഷം ഈ അവസ്ഥയിൽ നിന്ന് മുക്തനാകാം. ഇത്രയും ട്രാൻസ്പാരൻ്റായിട്ടുള്ള ഒരു വേദപഠനം ഭാരതീയ തത്വശാസ്ത്രത്തിലുള്ളൂ. മറ്റുള്ളവർ സ്വർഗം കിട്ടാൻ മറ്റുള്ളവരെ കൊല്ലുക എന്നൊക്കെയാണ് പറയണത്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. നീ ചെയ്ത പാപത്തെ നിൻ്റെ മനസ്സ് ബുദ്ധിക്ക് അധീനതയാവി, പക്ഷേ അത് മായാബുദ്ധിയാണ്. ശാസ്ത്രോക്തമായ ഉക്തങ്ങളെ, ശാസ്ത്രോക്തമായ ഉപദേശങ്ങളെ ബുദ്ധി സ്വീകരിക്കണം. അത് ഈശ്വരനെ സ്വീകരിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ 47-ാമത്തെ വയസ്സിൽ ഈ ഫീൽഡിലേക്ക് വന്നത് എന്നെ പേപ്പട്ടി കടിച്ചിട്ടല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം, നല്ല ശരിയായ ധാരണ കൂടെ നേരാവാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടു കൂടി ഒരു തുറന്ന സംവാദത്തിൽ ഞാൻ ഏർപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇനി 60-ാമത്തെ ശ്ലോകം. നത്വം വിദർഭദുഹിതാ നായം വീരസുഹൃത്തവ നപതിസ്ത്വം പുരഞ്ജന്യാരുദ്ധോ നവമുഖേയയാം. നീ വിദർഭപുത്രിയല്ല, ഈ വീരൻ നിൻ്റെ സുഹൃത്തല്ല. യാതൊരുത്തിയാൽ 9 മാർഗമുള്ള പുരത്തിൽ ബന്ധിക്കപ്പെട്ടുവോ ആ പുരഞ്ജനിയുടെ ഭർത്താവുമല്ല നീ എന്നാണ് പറഞ്ഞത്. നീ ആത്മാവാണ്, നീ ഭാര്യയും അല്ല ഭർത്താവും അല്ല, നീ ആത്മാവാണ്. അതിൽ നിന്ന് തരം താഴരുത് എന്ന് UP സ്കൂളിലോ അല്ലെങ്കിൽ ലോവർ പ്രൈമറി സ്കൂളിലോ നമ്മൾ പഠിപ്പിക്കണം. അവരാരാവും? നല്ല രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയക്കാരാവും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, നീ വിദർഭ രാജാവിൻ്റെ മകളുമല്ല, ഈ വീരനായ മലയധ്വജൻ്റെ ഭർത്താവുമല്ല. 9 ദ്വാരമുള്ള പുരത്തിൽ ശരീരത്തിൽ യാതൊരുവളാൽ മുൻജന്മത്തിൽ നീ ബന്ധിക്കപ്പെട്ടുവോ ആ പുരഞ്ജനിയുടെ ഭർത്താവും നീ അല്ലെന്ന് അറിഞ്ഞുകൊള്ളുക എന്നാണ് വിശദമായിട്ട് പറഞ്ഞത്. 61-ാമത്തെ ശ്ലോകം നോക്കാം. അതെന്താ? മായാഹ്യേഷമയാ സൃഷ്ടായൽപും പുമാംസം സ്ത്രിയം സതീം മന്യസേ ന ഉഭയം യദ്ദേഹംസോ പശ്യാവയോർഗതിം. അതായത് യാതൊന്നിനാൽ പുരുഷനായിട്ടും പതിവ്രതയായ സ്ത്രീയായിട്ടും നീ വിചാരിക്കുന്നുവോ ഇത് എന്നാൽ സൃഷ്ടിക്കപ്പെട്ട മായയാകുന്നു. അതുകൊണ്ട് രണ്ടുമല്ല, ഉഭയം നവൈ, രണ്ടുമല്ല. ഹംസനാകുന്ന നീ നമ്മൾ രണ്ടുപേരുടെ സ്വരൂപത്തെ കണ്ടാലും ജീവൻ്റെയും ആ പരമാത്മാവിൻ്റെയും രൂപം ഒന്നാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതിൻ്റെ ഭാവാർത്ഥം,
യാതൊരു കാരണത്താൽ കഴിഞ്ഞ ജന്മത്തിൽ നീ പുരുഷ ശരീരമായിട്ടും ഈ ജന്മത്തിൽ പതിവ്രതയായ സ്ത്രീ ശരീരമായിട്ടും നിന്നെ തന്നെ വിചാരിക്കുന്നുവോ, ഇത് രണ്ടും വാസ്തവമല്ല. അതായത് ഞാൻ ഗുരു, നിങ്ങൾ ശിഷ്യൻ എന്നുള്ളതല്ല. എന്നിലും നിങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. കാരണം ഞാൻ എപ്പോഴും ഒരു സഭയിൽ പോയാൽ ആദ്യം പറയാം, എനിക്ക് 4 കൊമ്പോ 2 കൊമ്പോ 1 കൊമ്പോ ഇല്ല. അതായത് ഞാൻ ബ്രഹ്മശ്രീ അല്ല, ഞാൻ ഭാഗവത ഭക്തദാസനാണ്. ഭാഗവത ഭക്തന്മാരെ ഉപചരിക്കുക. നിങ്ങളെ എല്ലാവരെയും പ്രത്യക്ഷത്തിൽ ഞാൻ കാണണില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യണു, മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നിങ്ങളെ എല്ലാവരെയും നമസ്കരിക്കണം. കാരണം എന്താ, നിങ്ങളൊക്കെ ശുദ്ധാത്മാക്കളാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് മനസ്സിലാക്കാതെ കണ്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കി ജീവിക്കുന്നവരും ഉണ്ടാവാം. 2 പേർക്കും എനിക്ക് ഒരേപോലെയുള്ള അനുഭൂതിയാണ്. കാരണം എന്താ, ഞാൻ ആരേനെയാണ് സ്നേഹിക്കുന്നത്? ആത്മാവിനെ. അതുകൊണ്ട് നിങ്ങൾ ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ ഉള്ളവരാണോ ഇല്ലാത്തവരാണോ, പഠിച്ചവരാണോ പഠിക്കാത്തവരാണോ, അതൊന്നും എൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ യഥാർത്ഥ സ്വരൂപത്തെ, അതായത് എന്നാ സൃഷ്ടിക്കപ്പെട്ട ഈ മായയുടെ ശക്തിയാണ്. വാസ്തവത്തിൽ നീ ഹംസനാകുന്നു, മായാസംബന്ധമില്ലാത്തതിനാൽ പരിശുദ്ധനാകുന്നു. നമ്മൾ 2 പേരുടെയും യഥാർത്ഥ സ്വരൂപത്തെ ഞാൻ പറയാം, അതിനെ കേട്ടുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത്, അഹം ഭവാൻ ച അന്യസ്ത്വം ത്വം ഏവാഹം വിചക്ഷഭോ നനോ പശ്യന്തി കവയച്ഛിദ്രം ജാതുമനാഗവി. അതായത് ഞാൻ ഭവാനാകുന്നു, തത്വമസി. നീ ആരെ തേടുന്നു? അത് നീ തന്നെ. അപ്പോൾ ഞാൻ ഭവാനാകുന്നു, നീ അന്യനല്ല, നീ തന്നെ ഞാൻ, നീ തന്നെ ഞാൻ. ഹേ, കണ്ടാലും വിദ്വാൻമാർ നമ്മൾ 2 പേർക്കും അല്പമെങ്കിലും അന്തരം ഒരു കാലത്തും കാണുന്നില്ല എന്നാണ്. ഭർത്താവിന് ജോലി ഉള്ളപ്പോഴും ജോലി നഷ്ടം വന്നാലും പാക്കേജ് കൂടിയാലും കുറഞ്ഞാലും അത് ആത്മാവിൻ്റെ അല്ല. ആത്മാവ് നിർമ്മലനാണ്, നിർവികാരനാണ്. ഭാര്യ അത് മനസ്സിലായില്ലേ? അപ്പോൾ തത്വമസി നോക്കൂ, കഴിഞ്ഞ അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അർത്ഥം പറയണ്ടായി. ഞാനല്ല പറഞ്ഞത്, എന്നെ കൊണ്ട് പറയിപ്പിച്ചു. തത്വമസി അഹം ബ്രഹ്മാസ്മി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അതിൻ്റെ അർത്ഥമാണ് ഇതിൻ്റെ ഭാവാർത്ഥം. തത്വമസി എന്ന മഹാവാക്യത്താൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മ ആത്മ ഐക്യത്തെ ഉപദേശിക്കുന്നു. ഞാൻ തന്നെ ഭവാൻ, എന്നിൽ നിന്ന് അന്യനല്ല. ബ്രഹ്മരൂപം തന്നെ വാസ്തവത്തിൽ ജീവഭാവത്തെ വഹിച്ചിരിക്കുന്നതെന്ന് സാരം. ബ്രഹ്മഭാവം തന്നെയാണ് ജീവഭാവം, ജീവഭാവം തന്നെയാണ് ബ്രഹ്മഭാവം. നീ തന്നെ ഞാൻ. ദുഃഖസുഖാദി മനോധർമ്മങ്ങളെ നീ നിന്നിൽ ആരോപിച്ചിരിക്കുന്നു. സത്യത്തിൽ ശരീരത്തിലല്ല, ആത്മാവിലാണ്. ഇപ്പല്ലേ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കിടക്കുകയാണെങ്കിലും പഞ്ഞിയുടെ കിടക്കുകയാണെങ്കിലും കിടക്കുന്ന ആളുടെ മാനസികാവസ്ഥയാണ് സുഖം തരുന്നത്. അമ്മയുടെ മടിയിൽ കിടക്കുമ്പോഴും വാർദ്ധക്യത്തിൽ എല്ലുന്തി പല്ലുകൊഴിഞ്ഞ മുത്തശ്ശീനെ ആലിംഗനം ചെയ്യുമ്പോഴും 16 വയസ്സുള്ള തരുണീനെ എന്താ പറയുക ആലിംഗനം ചെയ്യുമ്പോഴും ഉണ്ടാവേണ്ട വികാരം ഒന്നായിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളല്ല പറയണത്, ഇവിടെ അലൗകികമായ ഡിവൈൻ കാര്യങ്ങളാണ്. അപ്പോൾ ആരെ ആലിംഗനം ചെയ്താലും അതിൽ തെറ്റിദ്ധാരണ വരുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ മനോവൈകല്യമാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ മനോവൈകല്യം അതിന് ഊളംപാറയിലോ കുതിരവട്ടത്തോ ചികിത്സിക്കാമെന്നല്ലാതെ കണ്ട് വേറൊരു കാര്യമില്ല.
അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മപുരം തന്നെ വാസ്തവത്തിൽ ജീവഭാവത്തെ ഭജിച്ചിരിക്കുന്നതെന്ന് സാരം. നീ തന്നെ ഞാൻ. സുഖദുഃഖാദി മനോധർമ്മങ്ങളെ നീ നിന്നിൽ ആരോപിച്ചിരിക്കുന്നു. ഏതൊരു ജ്ഞാനധർമ്മത്താൽ ഇത് ദുഃഖം ഇത് സുഖം എന്ന് നീ അറിയുന്നുവോ, ആ ജ്ഞാനമാകുന്ന നിൻ്റെ സ്വരൂപം എന്ന് സാരം. വിചാരശീലന്മാരായ വിവേകികൾ ഈ വിധം സാക്ഷാത്തായി അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കും നിനക്കും ഒരു കാലത്തും അല്പമാത്രമെങ്കിലും ഭേദമുണ്ടെന്ന് കാണുന്നില്ല. ഈശ്വരനും നമ്മൾക്കും ഭേദമില്ല. ഈശ്വരൻ നിർവികാരനാണ്, നമ്മളും നിർവികാരന്മാരായിരിക്കണം. വികാരം വരുന്നത് മായ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അതിന് വാസ്തവികതയില്ല. അപ്പോൾ അടുത്ത ശ്ലോകം 63. യഥാ പുരുഷ ആത്മാനം ഏകം ആദർശചക്ഷുഷു ദ്വിധാഭൂതം അവേക്ഷേത തദൈവ അന്തരാവയോ. ഏതുവിധം പുരുഷൻ ഏകമായ ആത്മാവിനെ ആദർശചക്ഷുസ്സുകളിൽ രണ്ടു വിധമായിട്ട് കാണുന്നുവോ, ആ വിധം തന്നെ നമ്മൾ രണ്ടുപേരുടെ ഭേദവും എന്ന് പറഞ്ഞു. ഇനി എൻ്റെ ഭാവാർത്ഥം. രണ്ടുപേരും ഒന്നാണെങ്കിലും അങ്ങയ്ക്ക് സർവം അറിവുള്ളതായിട്ടും എനിക്ക് അറിവില്ലതായിട്ടും വരുവാൻ എന്തു കാരണം എന്ന് ശങ്കിക്കേണ്ട. അതിൻ്റെ കാരണം ദൃഷ്ടാന്തപൂർവം പറയാം, കേൾക്കുക. ഒരു പുരുഷൻ്റെ ശരീരം നിർമ്മലമായ കണ്ണാടിയിൽ ദോഷമൊന്നുമില്ലാത്ത നേത്രത്താൽ നോക്കുമ്പോൾ നിർമ്മലമായും മഹത്തായും തേജസ്സുള്ളതായും കാണപ്പെടും. കണ്ണാടിയിൽ ചളിയും കണ്ണിന് ദോഷവും ഉണ്ടായാൽ വിപരീതമായിട്ടും അമംഗളമായും തുച്ഛമായും കാണപ്പെടും. അതുപോലെ അവിദ്യാസംബന്ധം നിമിത്തം നീ അജ്ഞനെന്ന പോലെയും വിദ്യാസംബന്ധം നിമിത്തം ഞാൻ സർവജ്ഞനെന്ന പോലെയും ഭേദരൂപേണ കാണപ്പെടുന്നതാകുന്നു. ഉപാധികളുടെ ഭേദമാണ് ഭേദപ്രതീതിക്ക് കാരണം. വാസ്തവത്തിൽ അണുമാത്രവും ഭേദമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അവിടെ നിർത്താം. 2 ശ്ലോകങ്ങളും കൂടി ഉണ്ട് ഈ അധ്യായത്തിൽ. സാരമില്ല, നമ്മൾക്കിപ്പോൾ ഇവിടെ സമയമാണ് ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് സ്മരിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.